my dear students, I welcome you to PVN Global channel. നമ്മൾ ഇന്നെടുക്കാൻ പോകുന്നത് +2 അക്കൗണ്ടൻസി എന്ന വിഷയമാണ്. നിങ്ങൾക്കറിയാം, PVN ഗ്ലോബൽ അക്കൗണ്ടൻസിയുടെ മുൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ കേൾക്കുക. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സാണ് നമ്മൾ +2 വിഭാഗക്കാർക്കായിട്ട് റെക്കോർഡ് ചെയ്യുന്നത്. സോ ദിസ് ക്ലാസ് മേ ബി വെരി യൂസ്ഫുൾ ഫോർ യു വെദർ യു ആർ സ്റ്റേറ്റ് സിലബസ്, CBSE ഓർ NIOS. ഏത് സിലബസ് ആയാലും വേണ്ടില്ല, നിങ്ങൾ സ്റ്റേറ്റ് സിലബസ് ആയാലും വേണ്ടില്ല, NIOS ആയാലും വേണ്ടില്ല, അതല്ല CBSE ആയിരുന്നാലും വേണ്ടില്ല. Today I am going to take a very important part in accountancy. What is that? Partnership. പാർട്ണർഷിപ്പ് എന്ന് കേൾക്കുമ്പോൾ പല കുട്ടികൾക്കും ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. ബട്ട് ഇറ്റ് ഇസ് വെരി ഈസി. ഞാൻ പറയുന്നു, പാർട്ണർഷിപ്പ് അക്കൗണ്ടൻസി വിഭാഗത്തിൽ ഏറ്റവും എളുപ്പമുള്ള ഭാഗമാണ്. പക്ഷെ അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ ആണ് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കുന്നത്. ബേസിക് പ്രിൻസിപ്പിൾ അറിയാത്ത കുട്ടികൾക്ക് അക്കൗണ്ടൻസിയിലെ പാർട്ണർഷിപ്പ് ഒരു പക്ഷെ ബുദ്ധിമുട്ടായി തോന്നിയേക്കാം. എങ്കിൽ കൂടി നിങ്ങൾ എൻ്റെ ഈ യൂട്യൂബ് ക്ലാസ്സുകൾ സശ്രദ്ധം ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ടൻസിയിലെ പാർട്ണർഷിപ്പ് ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ബിഫോർ ഗോയിങ് ടു ഡിസ്കസ് വാട്ട് ഈസ് പാർട്ണർഷിപ്പ് എന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പേ we may have to understand, നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്, how many types of business organizations are in this world. ഈ ലോകത്തിൽ എത്ര ടൈപ്പ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ് കാര്യമായിട്ടുള്ളത് എന്ന് നമ്മളൊരു +2 വിദ്യാർത്ഥി അറിഞ്ഞിരിക്കുന്നുണ്ട്. ബിസിനസ് organization can be classified into 3. How many? Business classification or business organization, business സംരംഭത്തെ നമുക്ക് 3 കാറ്റഗറി ആയി തിരിക്കാം. And one is called the sole trader. What? Sole trader. And 2 is called partnership. രണ്ടാമത്തെയാണ് partnership. And third is joint stock of companies. പാർട്ണർഷിപ്പ്, സോൾ ട്രേഡർ എന്നും പാർട്ണർഷിപ്പ് എന്നും ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്നും ബിസിനസ് വിഭാഗം നമുക്ക് 3 ആക്കി തിരിക്കാം. ഓർ ദ ബിസിനസ് ഫോം ഓഫ് ഓർഗനൈസേഷൻ can be categorized or can be classified under 3 heads. One is called sole trader. Then you have to understand what is sole trader. എന്താണ് സോൾ ട്രേഡർ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഫസ്റ്റ് ഇയർ അക്കൗണ്ടൻസി പഠിക്കുന്ന കുട്ടികൾ ഫസ്റ്റ് ഇയർ പഠിക്കുന്നതാണ് സോൾ ട്രേഡ് എന്നാണ്. When a single man handles the business or run the business, it is what is called sole trader. ഒരു ഏകമായ വ്യക്തി ഒരു ബിസിനസ് ഓട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ റൺ ചെയ്യുകയാണെങ്കിൽ അതിന്റെ പേരാണ് സോൾ ട്രേഡർ. സോൾ എന്ന് പറഞ്ഞാൽ തന്നെ ഒന്ന് ഏകമായ, അതായത് ഒരു വ്യക്തി ഒരു ബിസിനസ് നടത്തുകയാണെങ്കിൽ അതിനെയാണ് സോൾ ട്രേഡ്. അതിൻ്റെയാണ് നമ്മൾ ഫസ്റ്റ് ഇയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേ ഒരു സിംഗിൾ ബിസിനസ് മാൻ എങ്ങനെയാണ് തൻ്റെ ലാഭവും നഷ്ടവും കണ്ടുപിടിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അദ്ദേഹം പ്രിപ്പയർ ചെയ്യുന്ന 3 പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ചൊക്കെ നമ്മൾ അതിൽ പഠിച്ചു കഴിഞ്ഞു. അതിലാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് എന്ന്, വാട്ട് ഈസ് ബാലൻസ് ഷീറ്റ് ഒക്കെ നിങ്ങൾ അതിൽ പഠിച്ചു കഴിഞ്ഞു. ആൻഡ് ടുഡേ ഐ ആം ഗോയിങ് ടു ഡിസ്കസ് വൺ ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് അക്കൗണ്ടൻസി, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ പാർട്ണർഷിപ്പ്. ആൻഡ് ടുഡേ ഇന്ന് ഞാൻ നിങ്ങളെ ഡിസ്കസ് ചെയ്യുന്ന പാർട്ണർഷിപ്പ് എന്താണ്, പാർട്ണർഷിപ്പ് എന്താണ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്താണ്. When 2 or more persons join together to form a business venture, then it is what is called partnership. 2 അതിൽ കൂടുതൽ വ്യക്തികൾ ഒരു പാർട്ണർഷിപ്പ് ഫോം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് സംരംഭം ഓർഗൻ ചെയ്യാൻ അതിന്റെ പേരാണ് പാർട്ണർഷിപ്പ്. ജനറലായിട്ട് ഞാൻ ഇപ്പോൾ പറയുന്നു, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കഷനിലേക്ക് വരാം. പിന്നെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് മെനി പേഴ്സൺ ഹു പൂൾ ദെയർ ക്യാപിറ്റൽ ടു ദ ഷെയർസ് ഓഫ് ഡിഫറെന്റ് കമ്പനി. പല കമ്പനികളുടെയും ഷെയർ എടുത്തുകൊണ്ട് ഒരു വോളണ്ടറി ഓർഗനൈസേഷൻ സ്ഥാപിക്കുകയാണെങ്കിൽ അതാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. അത് നിങ്ങൾക്ക് പഠിക്കാനുള്ള +2 സെക്കൻഡ് ഇയർ ഡീറ്റെയിലാണ് പണ്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് പാർട്ണർഷിപ്പ്, എന്താണ് പാർട്ണർഷിപ്പ് എന്നുള്ള ഒരു ഇൻട്രോ ക്ലാസ് ആണ് നിങ്ങൾക്ക് തരുന്നത്. കാരണം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു. ആർ യു റെഡി? ടേക്ക് യുവർ നോട്ട് ബുക്ക് ആൻഡ് ഇഫ് യു വാണ്ട് നിങ്ങൾക്ക് വല്ല കുറിപ്പ് നോട്ടുകൾ എഴുതി വെക്കണമെങ്കിൽ എഴുതിയെടുക്കുക. അതല്ല അതർവൈസ് യു ക്യാൻ റെഫർ ടു യുവർ ടെക്സ്റ്റ് ബുക്ക്. നിങ്ങൾ ആരുടെ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്താലും വേണ്ടില്ല. പാർട്ണർഷിപ്പിനൊക്കെ ഒരേ ബേസ് തന്നെയേ ഉള്ളൂ. അപ്പോൾ അതിന് നിങ്ങൾക്ക് കാര്യമായിട്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ ആണ്. ടുഡേ ഐ എം ഗോയിങ് ടു ഡിസ്കസ് ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് പാർട്ണർഷിപ്പ്. വാട്ട് ഈസ് പാർട്ണർഷിപ്പ്, എന്താണ് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഐ വിൽ എക്സ്പ്ലെയിൻ ടു യു വാട്ട് ഈസ് പാർട്ണർഷിപ്പ്. അതായത്
വെൻ ടു ഓർ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ കേട്ടോ, പൊതുവായിട്ടൊന്ന് പറയുകയാണെങ്കിൽ അതിന് ലോഫുൾ ഡെഫിനിഷൻ ഒക്കെ വേറെ ഉണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നത് പൊതുവായി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുകയാണ്. എന്താണത്? രണ്ടിൽ കൂടുതൽ വ്യക്തികൾ ഒരു ബിസിനസ് സംരംഭം ആരംഭിക്കുക. പരമാവധി 20. ഇൻ ദ കേസ് ഓഫ് ബാങ്കിങ് കമ്പനിയാണ് നടത്തുന്നതെങ്കിൽ 10. അതായത് ഏറ്റവും കുറവ് 2 വ്യക്തികളും പരമാവധി 20 വ്യക്തികളും. ഇതിൽ അമെന്റ്മെന്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം 2013 ഇന്ത്യൻ കമ്പനീസ് ആക്ട് വരാൻ മാക്സിമം 100 വരെ ആവാമെന്നൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും വേണ്ടില്ല, ഇപ്പോ ഏറ്റവും കുറവായിട്ട് 2 വ്യക്തികളും പരമാവധി 20 വ്യക്തികളും, അത് തന്നെ ബാങ്ക് കമ്പനി ആണെങ്കിൽ 10 വ്യക്തികളും കൂടി ചേർന്നുകൊണ്ട് ഒരു ബിസിനസ് ഓട്ടുകയാണെങ്കിൽ അതിന്റെ പേരാണ് കുട്ടികളെ പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ എവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും പാർട്ണർഷിപ്പ് നമ്മൾ കാണാം. ചിലപ്പോൾ ഒരു വീട്ടിൽ തന്നെ പാർട്ണർഷിപ്പ് സമയം ചേട്ടനും അനിയനും ഉണ്ടാവും, ചിലപ്പോൾ ഭാര്യയും ഭർത്താവും പാർട്ണർഷിപ്പ് ഉണ്ടാവും, ചിലപ്പോൾ ഫ്രണ്ട്സുകൾ തമ്മിൽ പാർട്ണർഷിപ്പ് ഫോം ചെയ്യാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ 1-2 വ്യക്തികൾ കൂടി ചേർന്നിട്ട് ഒരു ബിസിനസ് നടത്തുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്? അത് തന്നെയാണ് പാർട്ണർഷിപ്പിലുള്ളത്. അത് അല്ലാണ്ട് ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ ചേട്ടനും അനിയനും തമ്മിൽ ബിസിനസ് ഓട്ടുന്നു, കുടുംബ ബന്ധമൊക്കെ വീട്ടിൽ, ബിസിനസ് വേറെയാണ്, റിലേഷൻഷിപ്പ് ഓഫ് ബിസിനസ് വേറെയാണ്. അപ്പൊ അവിടെ നമ്മൾ ബിസിനസ് കണ്ണിലൂടെ എല്ലാം കാണാൻ പറ്റൂ. അപ്പൊ അങ്ങനെ ഒരു ബിസിനസ് നമ്മൾ സ്ഥാപിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്യണം, ഇതൊക്കെയാണ് പാർട്ണർഷിപ്പിൽ നമ്മൾ ജനറൽ ബേസിക് പ്രിൻസിപ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി മേ ഡിഫൈൻ പാർട്ണർഷിപ്പ്. എന്താണ് വാട്ട് ഈസ് പാർട്ണർഷിപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, when 2 or more persons join together to form a business venture, then it is called a partnership, and the maximum number of partners can be 20, and in the case of banking company 10, and the latest amendment പ്രകാരം maximum 100 ആയിട്ടുണ്ട് 2013. അപ്പോൾ 464 സെക്ഷൻ പ്രകാരം. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലോഫുൾ. ഇപ്പോൾ എന്താണ് പാർട്ണർഷിപ്പ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ജനറൽ ആയിട്ട് പറയുന്ന നിർവചനം പോരാ. സോ അവിടെ നമുക്ക് ഇന്ത്യൻ കമ്പനീസ് ആക്ട് ഓഫ് 1932 1932 ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് എന്ന് പറഞ്ഞ ഒരു ആക്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് പാർലമെന്റ് പാസ്സാക്കിയിട്ടുണ്ട്. നമുക്ക് ഈവൻ ബിഫോർ ഗെറ്റിംഗ് അവർ ഫ്രീഡം, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് 1932 ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് എന്നുള്ള ആക്ട് പാസ്സാക്കിയിട്ടുണ്ട്. അതിന് സെക്ഷൻ 4 ഓഫ് ദ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് ഡിഫൈൻ പാർട്ണർഷിപ്പ്. സെക്ഷൻ 4 ഓഫ് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് വാട്ട് ഈസ് പാർട്ണർഷിപ്പ് എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതെന്താണ്? ഇറ്റ് മേ ബി ഡിഫൈൻഡ് as a relation between the person who have agreed to share profit carried on by all or anyone of them acting for all. This is the definition given as per the Indian Partnership Act of 1932. ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് ഓഫ് 1932 പ്രകാരം ഒരു ഡെഫിനിഷൻ ഉണ്ട് കുട്ടികളെ. അതെന്താണെന്ന് അറിയോ? സെക്ഷൻ 4 ആണ്, മറക്കണ്ട കേട്ടോ. സെക്ഷൻ 4 ഓഫ് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ടിൽ there is an apt definition for partnership. പാർട്ണർഷിപ്പിന് ഒരു ആപ്റ്റായ ഡെഫിനിഷൻ ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറക്കണ്ട. It may be defined as a relation between the person who have agreed to share profit carried on by all or any one of them acting for. Carried on by all or any one of them acting for. You have to understand that, and we can go or we can explain very deeply what is meant. It is a relation. Suppose here, if I may say that 3 person decide to start a business, and who are the 3 persons? A, 1 person, B, another person, C, another person. How many persons are 3 persons? And these 3 persons decide to form a business venture. Then this business venture, A, B, C company. You see, A and B and C here, 3 persons decide to start a business. ഇവിടെ A എന്നും B എന്നും C എന്നും 3 വ്യക്തികൾ ഒരു ബിസിനസ് ആരംഭിക്കാൻ തീരുമാനിക്കുന്നു. So there is a relationship developed in between the partners. ഇവരുടെ ഇടയിൽ ഒരു ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് അല്ലേ. It may be defined as a relation. What is an A is related to B and B is related to C. Likewise, C is related to B and B is also related to A. So it is a combined relationship between the person. You have what? ഇവിടെ ഈ ബിസിനസ് തുടങ്ങുന്ന വ്യക്തികൾ തമ്മിൽ ഒരു ബന്ധമുണ്ടല്ലേ. നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിലും ബന്ധം ഉണ്ടല്ലോ ചേട്ടനും. അതേമാതിരി ഇതൊരു ബന്ധമാണ്. ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഴ്സൺ. ഏത് വ്യക്തികൾ തമ്മിലാണോ പാർട്ണർഷിപ്പ് തുടങ്ങുന്നതെങ്കിൽ അവർ തമ്മിലുള്ള ഒരു ബന്ധമാണ്. ചെയിൻഡ് അപ്പ്, ഒരു ബന്ധിതമാണ്. ഇത് എയും ബിയും സിയും പരസ്പരം ബന്ധിതമാവുകയും അങ്ങനെ അവരുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട്, റിലേഷൻ ബിറ്റ്വീൻ ദ പേഴ്സൺ, ആ വ്യക്തികള് ഏത് വ്യക്തികള് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്ന വ്യക്തികള് ഡിസൈഡ് എന്താണ് ഹു ഹാവ് ദ റിലേഷൻ ബിറ്റ്വീൻ ഹു ഹാവ് എഗ്രീഡ്, സമ്മതിച്ചിട്ടുള്ളവരാണ്.
അവർ പരസ്പരം സമ്മതിച്ചിട്ടുള്ളവരാണ്. എ ഈസ് അഗ്രി ടു ബി, ബി ഈസ് അഗ്രി ടു സി, സി ഈസ് അഗ്രി ടു എ, ആൻഡ് there is a combined agreement between all parties. What is that? They have agreed to share profit. They have agreed to share profit. അവര് എന്തിനാണ് സമ്മതിച്ചിട്ടുള്ളത്? പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടി. വൈ വി റൺ എ ബിസിനസ്? നമ്മൾ എന്തിനാണ് ബിസിനസ് ഓട്ടുന്നതെന്ന് ചോദിച്ചാൽ ഏതാണ്ട് പറയും നഷ്ടത്തിനാണോ? അല്ല, ലാഭം കിട്ടാൻ വേണ്ടി, അല്ലെ? ലാഭത്തിനാണ് നമ്മൾ ബിസിനസ് ഓട്ടുന്നത്. അപ്പൊ ലാഭം 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 എന്ന കണ്ണുകളാൽ സ്ഥാപിതമായിരിക്കുന്ന പാർട്ണർഷിപ്പിന്റെ കിട്ടുന്ന ലാഭം ഇൻ സച്ച് ആൻഡ് സച്ച് ടേൺ പ്രകാരം ഓരി വെക്കാൻ സമ്മതിച്ചിട്ടുള്ളത്. ഹു ഹാവ് എഗ്രീഡ് ടു ഷെയർ പ്രോഫിറ്റ്. ലാഭവിഹിതം പങ്കുവെക്കാൻ സമ്മതിച്ചിട്ടുള്ളവരും പരസ്പര ബന്ധമുള്ളവരും, റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺ ഹു ഹാവ് എഗ്രീഡ് ടു ഷെയർ പ്രോഫിറ്റ്. ഇനി ആരാണ് ഈ ബിസിനസ് നടത്തുക? കാരിഡ് ഓൺ ബൈ ആൾ. ഒന്നുകിൽ ഇവരെല്ലാവരും കൂടിയിട്ട് ബിസിനസ് നടത്തുക, ഓർ എനി വൺ ഓഫ് ദം ആക്ടിംഗ് ഫോർ, അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു വ്യക്തി ബിസിനസ് നടത്തുക. അപ്പോ ഇങ്ങനെ ഉള്ള ഒരു തത്വ എഗ്രിമെന്റ് പ്രകാരം സ്ഥാപിതമായിരിക്കുന്ന ബിസിനസ് ഓർഗനൈസേഷനെയാണ് കുട്ടികളെ മൈ ഡിയർ സ്റ്റുഡന്റ്, മൈ ഡിയർ ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺ ഹു ഹാവ് എഗ്രീഡ് ടു ഷെയർ പ്രോഫിറ്റ് കാരിഡ് ഓൺ ബൈ ആണ്. എല്ലാവരാലും നടത്തപ്പെടുകയോ എനി വൺ ഓഫ് ദം ആക്ടിംഗ് ഫോർ ആൾ. നമുക്ക് ടു മെനി കുക്സ് വിൽ സ്പോയിൽ ദ പോട്ട് ഒരു ചൊല്ലുണ്ടല്ലേ. കുറെ ആൾക്കാർ ഒന്നിച്ച് ബിസിനസ് നടത്തിയ എന്താ ചിലപ്പോൾ ചട്ടി പൊട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ മാനേജറി സ്കില്ലുള്ള, ബിസിനസ് സ്കില്ലുള്ള, ബിസിനസ് കണ്ണുള്ള ആ 3 പേരിൽ ഏതെങ്കിലും ഒരുത്തൻ ബിസിനസ് മാനേജ് ചെയ്യാന്ന് പറയാം. ഹീസ് കാൾഡ് മാനേജർ ഓഫ് ബിസിനസ്. അയാളെ നമ്മൾ വേണമെങ്കിൽ മാനേജർ ഓഫ് ദ ബിസിനസ് എന്ന് പേര് നമുക്ക് വിളിക്കാം. അപ്പൊ മാനേജർ എന്ന് വിളിക്കുന്നത്, അപ്പോൾ 3 പേരിൽ ചിലപ്പോൾ ഒരാളായിരിക്കും ബിസിനസ് സ്കിൽഫുൾ ആയിട്ടുള്ള, എന്റർപ്രണർഷിപ്പ് ഉള്ളത്. അപ്പൊ അയാളെ നമ്മൾ ആ ബിസിനസ് ഓട്ടാൻ വെക്കും. അതുപോലെ ചിലപ്പോൾ സന്ദർഭവും സാഹചര്യം അനുസരിച്ച് ചിലപ്പോൾ ഒരു 3 പേര് ബിസിനസ് തുടങ്ങി, 2 പേര് ഗൾഫിലാണ്, ഒരാളെ ഇവിടെ ഉള്ളൂ. അപ്പൊ ഗൾഫിലുള്ള ആൾക്കാർ മൂലധനമൊക്കെ അയച്ചു കൊടുക്കും, ഇവിടെയുള്ള ആൾ ബിസിനസ് ഓട്ടും. അങ്ങനെ ചിലപ്പോൾ ഒരു വ്യക്തി ബിസിനസ് നടത്തുക, ആർക്ക് കാരിഡ് ഓൺ ബൈ ആൾ ഓർ എനി വൺ ഓഫ് ദം ആക്ടിംഗ് ആൾ. മറ്റുള്ളവർക്ക് വേണ്ടി ഒരാൾ ആക്ട് ചെയ്യുകയോ, അങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ അയാൾക്ക് പ്രത്യേക സാലറിയോ പരിഗണനകളൊക്കെ കൊടുക്കും. അപ്പൊ ഇങ്ങനെ 2 കൂടുതൽ വ്യക്തികൾ സമന്വയമായി ചേർന്നുകൊണ്ട് ഒന്നിച്ച് ഒരു ബിസിനസ് സംരംഭം ആരംഭിക്കുകയാണെങ്കിൽ അതിന്റെ പേരാണ് പാർട്ണർഷിപ്പ്. നൗ യു അണ്ടർസ്റ്റാൻഡ് clearly. This is after definition, lawful definition of Indian Partnership Act 1932 as per section 4 of the Indian Partnership Act 1932. 1932 ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരം അതിലെ സെക്ഷൻ 4 പ്രകാരം വാട്ട് ഈസ് ദ പാർട്ണർഷിപ്പ് എന്ന് ചോദിച്ചാൽ 1 മാർക്ക് മാത്രമേ നമ്മൾ എഴുതേണ്ടത് ഈ ഡെഫിനേഷൻ ആണ്. ജനറൽ ആയിട്ട് ഞാൻ പറഞ്ഞു, തത്വത്തിൽ നമ്മൾ 2 കൂടുതൽ ബിസിനസ് ഒന്നുമില്ല, 2 കൂടുതൽ ആൾക്കാർ ബിസിനസ് തുടങ്ങി അങ്ങനെ ഉണ്ടാക്കുന്ന ബിസിനസ് സ്ഥാപനത്തെ നമുക്ക് പാർട്ണർഷിപ്പ് എന്ന് പറയാം. പക്ഷേ നമ്മളൊക്കെ നിയമപരമായി അതിന്റെ കോഡ് പ്രകാരമാകുമ്പോൾ നിയമ നിർവചനങ്ങളും വിധേയമായിരിക്കും, അല്ലേ? അതിന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പൊ ദിസ് ഈസ് പാർട്ണർഷിപ്പ്. ഇതാണ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇഫ് എനിബഡി ആസ്ക് യു വാട്ട് ഈസ് മൈ പാർട്ണർഷിപ്പ്, ഇറ്റ് ഈസ് എ defined as a relation between the person who have agreed to share profit carried on by all or any one of them acting for all. You understand? Yes. ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. So this is the A is what is a partner എന്ന് ചോദിച്ചാൽ എന്താണ്? ഇപ്പൊ പാർട്ണർഷിപ്പ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇനി പാർട്ണർമാരുടെ ഡെഫിനിഷൻ. What is the definition of partner? The person who constitute partnership individually is called partner. അതായത് ആരാണോ ബിസിനസ് നടത്തുന്നത് അവരെ വ്യക്തിഗതമായി ഓരോരുത്തരെ വിളിക്കുന്ന പേരാണ് പാർട്ണേഴ്സ് എന്ന് പറയുന്നത്. A is a partner, B is a partner, C is a partner. The person constitute the partnership individually is called partners and collectively is called partnership firm. ഇവരെ ഒന്നിച്ച് നമ്മൾ firm എന്ന് പറയും, partnership firm. So what is a partnership firm? The person constitute the business individually is called partners and collectively is called ABC firm. അപ്പോൾ നമ്മൾ പാർട്ണർഷിപ്പ് നടത്തുന്ന വ്യക്തികളെ ഓരോരുത്തരെ നമ്മൾ പേരിട്ട് വിളിക്കുകയാണെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് കുട്ടികളെ പാർട്ണർ എന്നും, അവരെ സംഘടിതമായി ഒന്നിച്ച് നമ്മളൊരു നാമകരണം ചെയ്യുകയാണെങ്കിൽ അതിന്റെ പേരാണ് കുട്ടികളെ പാർട്ണർഷിപ്പ് ഫേം. നൗ യു ഹാവ് അണ്ടർസ്റ്റുഡ് വാട്ട് ഈസ് പാർട്ണർ ഓർ ഹു ഈസ് എ പാർട്ണർ ആൻഡ് വാട്ട് ഈസ് എ പാർട്ണർഷിപ്പ് ഫേം. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ നമ്മൾ ഇന്ന് ഡെഫിനൈൻ ചെയ്ത ഇത്തരം കാര്യങ്ങളാണ് വാട്ട് ഈസ് പാർട്ണർഷിപ്പ് ഫേം. ഇനി നമുക്ക് ഒരു ടേം കൂടി ഇന്നത്തെ ഈ ക്ലാസ് നമുക്ക് പഠിക്കാം. വാട്ട് ഈസ് പാർട്ണർഷിപ്പ് ഡീഡ്? എന്താണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്നുള്ളതാ അതുകൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് അടുത്തേക്കാം. പാർട്ണർഷിപ്പ് ഡീഡ് എന്താണ്? DED. വാട്ട് ഈസ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് ചോദിക്കും. അതായത് നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോഴേ അത് വാക്കാലാവാം, ഓറലാവാം,
അത് അല്ലാണ്ട് നമുക്ക് നിയമപരമായി രജിസ്റ്റേഡ് ആയിട്ടും തുടങ്ങാം ഇല്ലേ. നമ്മൾ ഒരു പാർട്ണർഷിപ്പ് തുടങ്ങുമ്പോൾ അതിന് ഒരു സ്കെൽട്ടൻ വേണം, ഒരു അസ്ഥിക്കൂടം വേണം, ഒരു ബാക്ക് ബോൺ വേണം അല്ലേ. ആ ബാക്ക് ബോണിനെ വിളിക്കുന്ന പേരാണ് ജനറലായിട്ട് പറഞ്ഞ പാർട്ണർഷിപ്പ് ഡീഡ് എന്നുള്ളത്. ഇപ്പോൾ ഏട്ടനും അനിയനും തമ്മിൽ, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ബിസിനസ് തുടങ്ങുന്നെങ്കിൽ കുറച്ച് ഭാവിയിൽ ലാഭമൊക്കെ വരുന്ന സമയത്ത് അവർ തമ്മിൽ അടിപിടി ഉണ്ടാവും, അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട് ഉണ്ടാവും. അങ്ങനെ ഡിസ്പ്യൂട്ട് ഉണ്ടാകുമ്പോൾ അത് വാദവിതർക്ക തർക്കങ്ങൾക്കൊക്കെ കാരണമാകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി അപ്പോൾ നമ്മൾ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് മുമ്പേ ആരൊക്കെയാണോ നമ്മളെ പിന്നെ പേഴ്സണൽ റിലേഷൻഷിപ്പ് വേറെ, ബിസിനസ് റിലേഷൻഷിപ്പ് വേറെ, അതാണ് ഡെഫിനിഷൻ തന്നെ പറഞ്ഞ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ ഒരു അടിപിടി ഒഴിവാക്കാൻ വേണ്ടി പാർട്ണർഷിപ്പ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമ്മളൊരു ഡീഡ് എഴുതിയാണ്. ഡീഡ് എന്നൊരു സമ്മതപത്രമാണ്. സോ പാർട്ണർഷിപ്പ് ഡീഡ് മേ ബി ഡിഫൈൻഡ് ആസ് എ written document agreed upon by among all partners who have agreed to share profit. അതായത് ആരാണോ പാർട്ണർഷിപ്പ് തുടങ്ങാൻ തത്വത്തിൽ സമ്മതിച്ചിട്ടുള്ളത്, അംഗീകരിച്ചിട്ടുള്ളെങ്കിൽ അവരെല്ലാവരും കൂടി ചേർന്നിരുന്ന് ഒരു വട്ടമേശ സമ്മേളനം നടത്തി അവരൊരു റിട്ടേൺ എഗ്രിമെന്റ് എഴുതി ഉണ്ടാക്കും. ഒരു സ്റ്റാമ്പ് പേപ്പറിൽ ആധാരം എഴുതുന്നത് പോലെ ഒരു റിട്ടേൺ എഗ്രിമെന്റ് എഴുതി ഉണ്ടാക്കും. ആ റിട്ടേൺ എഗ്രിമെന്റിൽ എല്ലാം എഴുതിയിട്ടുണ്ടാവും. എന്ത് എല്ലാം? പാർട്ണർഷിപ്പിന്റെ എല്ലാം. അതായത് പാർട്ണർഷിപ്പിന്റെ നെയിം, വാട്ട് ഇസ് നെയിം ഓഫ് പാർട്ണർഷിപ്പ്, നെയിം ആൻഡ് അഡ്രസ് ഓഫ് പാർട്ണേഴ്സ്, capital to be contributed by each partner, terms regarding the division of profit, terms regarding the contribution of capital, terms regarding the drawings and interest on capital, interest on drawings, additional capital contribution. ചുരുക്കി പറഞ്ഞാലേ പാർട്ണർഷിപ്പിന്റെ എല്ലാ കാര്യങ്ങളും ഈ പാർട്ണർഷിപ്പ് ഡീഡിൽ എഴുതി വെക്കണം എന്നാണ്. എന്നിട്ട് എഴുതി വെക്കുക. അപ്പോൾ അത് എഴുതി വെച്ചപ്പോൾ ലാഭം ഉണ്ടായാൽ ഇന്ന രീതിയിൽ 10 രൂപ ലാഭം കിട്ടുകയാണെങ്കിൽ 3 പേർ അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തേണ്ടത്? തുല്യമായിട്ടാണോ അതോ 2:1 അങ്ങനെ റേഷ്യോ പ്രകാരമായിട്ടാണോ? അതൊക്കെ നമ്മൾ അതിൽ എഴുതി വെക്കണം. അത് എഴുതി വെച്ചാൽ അതുപോലെ നടക്കൂ. അതല്ലാണ്ട് പിന്നീടൊരു അടിപിടിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ, കോടതിയിൽ കേസും കൂട്ടാക്കായി വന്നു കഴിഞ്ഞാൽ കോടതി ചോദിക്കുക, വാട്ട് ഈസ് ദർ സ്റ്റേറ്റഡ് ഇൻ യുവർ പാർട്ണർഷിപ്പ് ഫോം ഡീഡ്? നിങ്ങളുടെ പാർട്ണർഷിപ്പ് ഡീഡിൽ എന്താണ് എഴുതി വെച്ചത്? അത് പ്രകാരം ന്യായമോ അന്യായമോ എന്ന് കോടതി കൽപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് ദിസ് ഡീഡ് മേ ബി ഐദർ റിട്ടൺ ഓർ ഓറൽ. ഇത് വാക്കാലാവാം, എഴുതി ലിഖിതമാവാം. മോസ്റ്റ് പ്രോബബ്ലി ഇറ്റ് ഈസ് വളരെ നല്ലത് അത് റിട്ടൺ ആക്കുകയാണ്. കാരണം അതാണ് കുറച്ചും കൂടി നിയമപരമായിട്ട് നമുക്ക് തറപ്പും ഉറപ്പുള്ളത്. ഓറൽ വാക്കാലുള്ളത് ചിലപ്പോൾ അതൊക്കെ മാറ്റങ്ങൾക്ക് വിധേയമാവും. അതിന് നിയമസാധ്യത ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ടുഡേ വി ഹാവ് ഡിസ്കസ് ആൾ ദീസ് ടേംസ്. What is partnership, what is partnership deed, and who is a partner, and what is the name of or what definition of partnership form. ഇതൊക്കെ പാടെ നമ്മൾ ക്രോഡീകരിച്ചിട്ട് ഇന്നൊരു ഇൻട്രോ ക്ലാസ് ആണ് കുട്ടികളെ നിങ്ങൾക്ക് തന്നത്. പാർട്ണർഷിപ്പ് എന്താണ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പാർട്ണർഷിപ്പിന്റെ ബാക്കി അറിയണ്ടല്ലേ? അപ്പോൾ അത് ബാക്കി നിങ്ങൾക്ക് അറിയണം. അതേമാതിരി പാർട്ണർഷിപ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട്, വളരെ ഹമ്പിൾ ആയിട്ട് നമുക്ക് ഓരോരോ ചാപ്റ്റർ ആയിട്ട് നമുക്ക് തിരിച്ച് എടുക്കാം. പാർട്ണർഷിപ്പ് പ്രധാനപ്പെട്ട 4-5 ചാപ്റ്ററുകളായിട്ടുണ്ട്. ഒന്നാമത്തെ ജനറൽ പ്രിൻസിപ്പിൾ എന്നുള്ള ഫസ്റ്റ് ചാപ്റ്റർ, രണ്ടാമത്തെ ചാപ്റ്ററിൽ നമുക്ക് അഡ്മിഷൻ, മൂന്നാമത്തെ ചാപ്റ്ററിൽ റിട്ടയർമെന്റ്, പിന്നെ ഡെത്ത് ആൻഡ് ഡിസൊല്യൂഷൻ. ഇങ്ങനെ പാർട്ണർഷിപ്പ് ഓരോ ചാപ്റ്റർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഓരോ ചാപ്റ്ററിലും ആദ്യത്തെ 2 ചാപ്റ്റർ ശരിക്കും പഠിക്കുന്ന ഒരു കുട്ടിക്ക് തുടർന്നുള്ള ചാപ്റ്റേഴ്സ് വളരെ ഈസി ആയിരിക്കും. അപ്പോൾ അതിലെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു 60% മാർക്ക് സെക്കൻഡ് ഇയർ പാർട്ണർഷിപ്പിൽ വരും. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് class. Okay, before that you don't forget to subscribe my PVN Global channel. എൻ്റെ PVN Global channel നിങ്ങൾ മറക്കരുത്. അതിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല, യു ഷെയർ ടു യുവർ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. കാരണം ഈ പഠിക്കുക എന്നുള്ളത് എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. പ്രത്യേകിച്ച് ഇക്കാലത്ത് ഏറ്റവും കൂടുതൽ ഫീസൊക്കെ ഈടാക്കി പഠിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ക്ലാസ്സുകൾ തന്നെയാണ് നിങ്ങൾ ആയിരങ്ങൾ കൊടുത്തിട്ട് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സുഹൃത്തുക്കളെ സഹായിക്കുക. മാത്രമല്ല ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ഗുഡ് ബൈ.